ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു സമ്മറി സ്പോട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്ന പോമാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ടെഡ് ഹ്യൂഗ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ടെഡ് ഹ്യൂഗ്സ് ആരായിരുന്നു, എന്ത് കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ആണ് എഴുതിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹി വാസ് വൺ ഓഫ് ബ്രിട്ടൻസ് മോസ്റ്റ് പ്രൊമിനൻറ്റ് 20th century പോയറ്റ്സ്. ബ്രിട്ടനിലെ 20th century പോയറ്റ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയറ്റാണ് ടെഡ് ഹ്യൂഗ്സ്. ഹി വാസ് ബോൺ ഇൻ യോർക്ക്ഷയർ, ഇംഗ്ലണ്ട് ഇൻ 1930. ഹി വാസ് മാരീഡ് ടു സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്തിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്, ടെഡ് ഹ്യൂഗ്സ്. സിൽവിയ പ്ലാത്തിൻ്റെ അവസാനത്തെ ചില ജേണൽസ്, ചില വർക്ക്സൊക്കെ ടെഡ് ഹ്യൂഗ്സ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ ടെഡ് ഹ്യൂഗ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ദ ഹോക്ക് ആൻഡ് ദ റെയിൻ, ക്രോ, ഫ്ലവേഴ്സ് ആൻഡ് ഇൻസെക്ട്സ്, അങ്ങനത്തെ കുറച്ച് പോയട്രി കളക്ഷൻസ് ആണ്. അപ്പോൾ ടെഡ് ഹ്യൂഗ്സിനെ നേച്ചർ പോയറ്റ് എന്നും ആനിമൽ പോയറ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ബിക്കോസ് ആനിമൽസിനെ പറ്റിയൊക്കെയാണ് പോംസിൽ എഴുതാറുള്ളത്. ഓക്കെ, പോയത്തിൻ്റെ പേരുകൾ തന്നെ ക്രോ, ഫ്ലവേഴ്സ് ആൻഡ് ഇൻസെക്റ്റ്, അങ്ങനത്തെ ഓരോന്നാണ്, ആനിമൽസിൻ്റെ പേരുകളാണ്. ഇപ്പം നമ്മൾ നോക്കുന്ന ഈ വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്ന പോമാണെങ്കിലും ദർ ഇസ് ആൻ ആനിമൽ കമ്മിങ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പോം. സോ ടെഡ് ഹ്യൂഗ്സ് ഈസ് ഓൾസോ കോൾഡ് ആനിമൽ പോയറ്റ്. അപ്പം ഇനി നമുക്ക് പോയറ്റിലേക്ക് കടക്കാം. വ്യൂ ഓഫ് എ പിഗ്. അപ്പോൾ ഈ പോയം 9 സ്റ്റാൻസാസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 3 സ്റ്റാൻസ ആയിട്ട് നോക്കാം. അപ്പോൾ സിമ്പിൾ വേർഡ്സ് ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സിമ്പിൾ വേർഡ്സ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഹിസ് പോയറ്റിക് ആന്തോളജി ടൈറ്റിൽഡ് ലുപ്പർക്കാൽ. ടെഡ് ഹ്യൂഗ്സിൻ്റെ ഒരു പോയട്രി കളക്ഷനായ ലുപ്പർക്കാലിൽ വരുന്നതാണ് ഈ വ്യൂ ഓഫ് എ പിഗ്. ലുപ്പർക്കാൽ എന്ന് പറഞ്ഞാൽ ഒരു റോമൻ ഫെസ്റ്റിവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ, റോമൻസിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ലുപ്പർക്കാൽ. ഓക്കെ, സോ ലുപ്പർക്കാൽ എന്ന് പറയുന്ന ഈ കളക്ഷൻ 1960 പബ്ലിഷ് ചെയ്തത്. അതിലൊരു പോമാണ് വ്യൂ ഓഫ് എ പിഗ്. അപ്പോൾ വ്യൂ ഓഫ് എ പിഗിൽ ഒരു ചത്തെടുക്കുന്ന ഒരു പന്നി, ഒരു പിഗിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു പന്നിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു പിഗിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്, ടൈറ്റിലിൽ വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പിഗിൻ്റെ വ്യൂ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പത്തറ്റിക് കണ്ടീഷൻ. ഓക്കെ, ആൻഡ് മാൻസ് ക്രുവാലിറ്റി ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വർക്കാണ്. So in this poem, Hughes explores the brutality of nature, the cruelty of human attitudes to nature, his own inability to empathize, and perhaps his own failure as a poet. അപ്പം അദ്ദേഹത്തിൻ്റെ ഇന്നബിലിറ്റി ടു എംപതൈസ് എന്ന് പറഞ്ഞാൽ ആ ചത്തെടുക്കുന്ന പിഗിനെ ഒരു ലിവിങ് തിങ് ആയിട്ട് വിചാരിക്കാൻ പോലും, ഒരു എമ്പതി ഉണ്ടാവാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഒരു എമ്പതി പോലും അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഓക്കെ, ദ പിഗ് ഇസ് ഒബ്ജക്റ്റിഫൈഡ് ഇൻ ദ പോം. അപ്പോൾ ഇനി നമുക്ക് പോയറ്റിലേക്ക് കടക്കാം, എന്നിട്ട് പോയറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പം 3 സ്റ്റാൻസാസ് ഫസ്റ്റ് നോക്കാം. ടോട്ടൽ 9 സ്റ്റാൻസാസ് ആണ്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണ് വരുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റാൻസ. The pig lay on a barrow dead. It weighed, they said, as much as 3 men. Its eyes closed, pink white eyelashes. Its trotters stuck straight out. അപ്പോൾ എന്താ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? ദ പിഗ് ലേ ഓൺ എ ബാരോ ഡെഡ്. ബാരോ എന്ന് പറഞ്ഞാൽ ഒരു ഉന്തുവണ്ടിയൊക്കെ. അപ്പോൾ ഒരു ഉന്തുവണ്ടി പോലത്തെ ഒരു വാഹനത്തിൽ, ഒരു വെഹിക്കിളിൽ ഒരു പിഗ് ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡെഡ്. ഇറ്റ് വെയ്ഡ്, ദേ സെഡ്, ആസ് മച്ച് ആസ് 3 men. അപ്പോൾ അതിൻ്റെ വെയ്റ്റ് 3 men അത്രയും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അത് ആ ആനിമലിൻ്റെ സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് 3 men സൈസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഐസ് ക്ലോസ്ഡ്, പിങ്ക് വൈറ്റ് ഐലാഷസ്. അപ്പോൾ അതിൻ്റെ ഐസ്, കണ്ണുകൾ ക്ലോസ്ഡ് ആണ്, പിങ്ക് വൈറ്റ് ഐലാഷസ് ആണുള്ളത്. ഇറ്റ്സ് ട്രോട്ടേഴ്സ് സ്റ്റക്ക് സ്ട്രെയിറ്റ് ഔട്ട്. ട്രോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പിഗിൻ്റെ ലെഗിന്, കാലിന് പറയുന്നതാണ് ട്രോട്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ കാലുകൾ ഇറ്റ്സ് സ്റ്റക്ക് സ്ട്രെയിറ്റ് ഔട്ട്, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ. Such weight and thick pink bulk, set in death, seemed not just dead. It was less than lifeless. Further off, it was like a sack of wheat. അപ്പം such weight and thick pink bulk. അപ്പം നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ ഒരു തിക്ക് പിങ്ക് ബൾക്ക് പോലെയാണ്, ഒരു പിങ്ക് കളറ്, ഒരു ബൾക്കി ആയിട്ടുള്ള, ഒരു ലാർജ് ആയിട്ടുള്ള ഒരു വസ്തു പോലെയാണ് ആ പിഗ് അങ്ങനെ ഡെഡായി കിടക്കുന്നത്. സെറ്റ് ഇൻ ഡെത്ത്, സീംഡ് നോട്ട് ജസ്റ്റ് ഡെഡ്. അപ്പോൾ അത് ഇറ്റ് സെറ്റ് ഇൻ ഡെത്ത്, മരിച്ചെടുക്കുകയാണ്. ബട്ട് നോട്ട് ജസ്റ്റ് ഡെഡ്, ബട്ട് ജസ്റ്റ് ഡെഡ് അല്ല. ഇറ്റ് വാസ് ലെസ് ദാൻ ലൈഫ്ലെസ്. ലൈഫ്ലെസ്സിനേക്കാളും താഴെ, മരണത്തിനും താഴെ എന്തെങ്കിലും ഉണ്ടോ അത്രയും മോശപ്പെട്ട അവസ്ഥയിലാണ് ആ പിഗ് എന്ന്. ഇറ്റ് ഈസ് ലെസ് ദാൻ
lifeless or less than dead. Further off, it was like a sack of wheat. പിന്നെ അതൊരു സാക്ക് ഓഫ് വീറ്റ് പോലെയാണെന്ന്. ഒരു വീറ്റിൻ്റെ ഗോതമ്പിൻ്റെ ഒക്കെ ചാക്ക് പോലെയാണ് അത്. അതിൻ്റെ വെയിറ്റ് വീണ്ടും അതിൻ്റെ ആ ഒരു സൈസ് വെയിറ്റൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇറ്റ് വാസ് ലൈക്ക് എ സാക്ക് ഓഫ് വീറ്റ് എന്ന് പറയുന്നത്. നൗ തേർഡ് സ്റ്റാൻസ. I thumbed it without feeling remorse. One feels guilty insulting the dead, walking on graves, but this pig did not seem able to accuse. അപ്പം I thumbed it. I thumbed it means തമ്പ് ചെയ്യുക. നമ്മൾ തമ്പ് മീൻസ് നമ്മളുടെ വിരലല്ലേ, തമ്പ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളുടെ വിരൽ I thumbed it എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ടച്ച് ചെയ്തു അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തു, അതിനാണ് തമ്പ് എന്ന് പറയുക. I thumbed it വിത്തൗട്ട് ഫീലിംഗ് റിമോഴ്സ്. റിമോഴ്സ് മീൻസ് ഒരു റിഗ്രറ്റും ഒന്നും ഫീൽ ചെയ്യാതെ പോയിട്ട് ആ പിഗിനെ ടച്ച് ചെയ്തു, ഹിറ്റ് ചെയ്തു. വൺ ഫീൽസ് ഗിൽട്ടി ഇൻസൾട്ടിങ് ദ ഡെഡ്. അപ്പം ഡെഡ് ആയതിനെ, മരണപ്പെട്ട് കിടക്കുന്നതിനെ ഇൻസൾട്ട് ചെയ്യുമ്പം ഒരാൾക്ക് ഗിൽട്ട് ഫീലിംഗ് വരാം. വാക്കിംഗ് ഓൺ ഗ്രേവ്സ്. വാക്കിംഗ് ഓൺ ഗ്രേവ്സ്, അപ്പോൾ അതിനെ അടക്കം ചെയ്ത് അതിൻ്റെ ഗ്രേവിലൂടെ നടക്കുമ്പോൾ ഒരാൾക്കൊരു ഗിൽട്ടി ഫീലിംഗ് വരാം. ബട്ട് ദിസ് പിഗ് ഡിഡ് നോട്ട് സീം ഏബിൾ ടു അക്യൂസ്. പക്ഷേ ഈ പിഗിന് ഒന്ന് അക്യൂസ് ചെയ്യാൻ പോലും, കുറ്റപ്പെടുത്താൻ പോലുള്ള എബിലിറ്റി ഇല്ലാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലൈൻസിലൊരു ഐറണി കാണാൻ പറ്റും, ഒരു ഡിഫറൻസ്. ഇപ്പം വൺ ഫീൽസ് ഗിൽട്ടി ഇൻസൾട്ടിങ് ദ ഡെഡ് എന്ന് പറയുന്നുണ്ട്. ഒരു ഡെഡ് ആയതിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഗിൽട്ടി ഫീലിംഗ് വരും. എന്നിട്ട് വാക്കിംഗ് ഓൺ ദ ഗ്രേവ്സ് എന്നാണ് പറയുന്നത്. ഗിൽട്ടി ഫീലിംഗ് വരുന്ന ഒരാൾ ആ കല്ലറയിലൂടെ നടക്കാൻ പറ്റുമോ? ഡെഡ് ആയതിനെ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഫീലിംഗ് ഉള്ള ഒരാൾ അതിൻ്റെ ശവക്കല്ലറയിലൂടെ ഗ്രേവിലൂടെ നടക്കുമോ? ഇല്ലല്ലോ. സോ ദർ ഇസ് എൻ ഐറണി ഇൻ ദോസ് ലൈൻസ്. ഐറണി എന്ന് വെച്ചാൽ എന്താ? രണ്ട് കോൺട്രറി ആയിട്ടുള്ള മീനിങ്സ്, രണ്ട് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്, ഒരുമിച്ച് പോവാത്ത. അപ്പം ഇത്രയാണ് ഫസ്റ്റ് 3 സ്റ്റാൻസാസിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. ഇറ്റ് വാസ് ടു ഡെഡ്, ജസ്റ്റ് സോ മച്ച്, എ പൗണ്ടേജ് ഓഫ് ലാഡ് ആൻഡ് പോർക്ക്. ഇറ്റ്സ് ലാസ്റ്റ് ഡിഗ്നിറ്റി ഹാഡ് എൻറ്റയർലി ഗോൺ. ഇറ്റ് വാസ് നോട്ട് എ ഫിഗർ ഓഫ് ഫൺ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് ഇറ്റ് വാസ് ടു ഡെഡ്. നമ്മൾ പറഞ്ഞ നേരത്തെ ഇറ്റ് ഈസ് ലെസ് ദാൻ ലൈഫ്ലെസ്, അതുപോലെ മരണത്തിലും അപ്പുറം എന്തോ ആണ് അതായിട്ടുള്ളത് എന്ന്. ജസ്റ്റ് സോ മച്ച്, ഒരുപാട് ഡെഡ് ആണ് എന്ന്, അത്രയും ആ ഒരു എക്സ്ട്രീം കാണിച്ചു തരാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ആ പിഗിൻ്റെ. എ പൗണ്ടേജ് ഓഫ് ലാഡ് ആൻഡ് പോർക്ക്. ലാഡ് എന്ന് പറഞ്ഞാൽ ആനിമൽ ഫാറ്റ് എന്ന് പറയുന്നതാണ് ലാഡ്. അപ്പോൾ ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ആനിമൽ ഫാറ്റിൻ്റെ അല്ലെ പോർക്കിൻ്റെ ഒരു പീസായിട്ടുണ്ട്, ഒരു ഇറച്ചി കഷ്ണം ആയിട്ടുണ്ട്, ഒരു വെയിറ്റുള്ളൊരു ഇറച്ചി ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇറ്റ്സ് ലാസ്റ്റ് ഡിഗ്നിറ്റി ഹാഡ് എൻറ്റയർലി ഗോൺ. അതിൻ്റെ അവസാനത്തെ ഡിഗ്നിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ഫിഗർ ഓഫ് ഫൺ. അതൊരു തമാശ ഉള്ളൊരു ഫിഗർ അല്ല എന്ന്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റാൻസ. ടു ഡെഡ് നൗ ടു പിറ്റി, ടു റിമെമ്പർ ഇറ്റ്സ് ലൈഫ് ദെൻ സ്ട്രോങ് ഹോൾഡ് ഓഫ് earthly pleasure as it had been seemed a false effort and off the point. അപ്പം ഈ ഡെഡ്, ടു ഡെഡ് നൗ ടു പിറ്റി, ടു ഡെഡിൽ നിന്ന് ഇപ്പോൾ ഒരു പിറ്റി അതിലേക്ക് മാറിയിട്ടുണ്ട്. ടു ഡെഡിൽ നിന്നും പിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ടു റിമെമ്പർ ഇറ്റ്സ് ലൈഫ്, അതിൻ്റെ ലൈഫ് റിമെമ്പർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ദിൻ റിമെമ്പർ ചെയ്യുക. ദിൻ മീൻസ് ലൗഡ് വോയിസ് ആണ്, പിഗിൻ്റെ വോയിസിനാണ് ദിൻ എന്ന് പറയുക. അപ്പം ടു റിമെമ്പർ ഇറ്റ്സ് ലൈഫ് ദെൻ സ്ട്രോങ് ഹോൾഡ്. സ്ട്രോങ് ഹോൾഡ് മീൻസ് അതിൻ്റെ ഒരു സർവൈവൽ. സ്ട്രോങ് ഹോൾഡ് മീൻസ് സർവൈവ് ചെയ്യുക എന്നൊക്കെ അതിൻ്റെ മീനിങ്. ഓഫ് earthly pleasure as it had been seemed a false effort. അപ്പം ആ പിഗിൻ്റെ ലൈഫ്, ലൗഡ് നോയ്സ്, സർവൈവൽ, സ്ട്രോങ് ഹോൾഡ് ഒക്കെ അതിൻ്റെ earthly പ്ലഷർ ഒക്കെ റിമെമ്പർ ചെയ്യുന്നത് ഒരു ഫോൾസ് എഫേർട്ടാണ്, അതിലിനി കാര്യമില്ല. ആൻഡ് ഓഫ് ദ പോയിന്റ്, ഔട്ട് ഓഫ് പോയിൻ്റ് ആണ്, അതിലിനി കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റാൻസിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡെഡ് ഡെഡ് എന്ന് പറയുന്ന വേർഡ് എല്ലാ സ്റ്റാൻസിലും റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റിലൊരു 6 സ്റ്റാൻസയിൽ കണ്ടിന്യൂസ്ലി ഡെഡ് എന്നുള്ള വേർഡ് വരുന്നുണ്ട്. നൗ നെക്സ്റ്റ് സ്റ്റാൻസ. ടു ഡെഡ്ലി ഫാക്ച്വൽ, ഇറ്റ്സ് വെയ്റ്റ് ഒപ്രസ്ഡ് മീ, ഹൗ കുഡ് ഇറ്റ് ബി മൂവ്ഡ്, ആൻഡ് ദ ട്രബിൾ ഓഫ് കട്ടിങ് ഇറ്റ് അപ്പ്, ദ gash in its throat was shocking but not pathetic. അപ്പോൾ ടു ഡെഡ്ലി ഫാക്ച്വൽ ആണ്, അങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഇറ്റ്സ് വെയ്റ്റ് ഒപ്രസ്ഡ് മീ, ഹൗ കുഡ് ഇറ്റ് ബി മൂവ്ഡ്. അതിൻ്റെ വെയിറ്റ് അദ്ദേഹത്തിനെ ഒപ്രസ് ചെയ്തു, അദ്ദേഹത്തിനെ അത്രയും ഇങ്ങനെ ഒപ്രസ് ചെയ്ത് നിർത്തി എന്നാണ്. എങ്ങനെയാണത് മൂവ് ചെയ്യുക, അത്രയും വെയിറ്റ് ഉണ്ട് അത്. ഓക്കെ, ആൻഡ് ദ ട്രബിൾ ഓഫ് കട്ടിങ് ഇറ്റ് അപ്പ്, അതിനെ എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ചിന്തിക്കണം അദ്ദേഹം. ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും, കട്ട് ചെയ്യും എന്നൊക്കെ.
The gash in its throat was shocking. ദ ഗാഷ് ഇൻ ഇറ്റ്സ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ അറുത്തതൊക്കെ പോലെയുള്ള ആ ഡീപ്പ് വൂണ്ട്. ഗ്യാഷ് മീൻസ് ഡീപ്പ് വൂണ്ട്, നല്ല ആഴത്തിലുള്ള മുറിവ്. അതിൻ്റെ ത്രോട്ടിലുള്ള കഴുത്തിലുള്ള ആ മുറിവ്, ആഴത്തിലുള്ള മുറിവ് വാസ് ഷോക്കിംഗ് ആണ്. ബട്ട് നോട്ട് പത്തറ്റിക്. പക്ഷെ പത്തറ്റിക് ഒന്നുമല്ല. മീൻസ് അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന, അറുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു പിഗിനെ പോലെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. Once I ran at a fair in the noise to catch a greased piglet that was faster and nimbler than a cat. Its squeal was the renting of metal. അപ്പം ഓഥർ പറയാണ്, വൺസ് ഐ റാൻ അറ്റ് എ ഫെയർ ഇൻ ദ നോയ്സ്. ഒരിക്കൽ ഓഥർ ഓടി എന്തിൻ്റെ ബാക്കിൽ? ടു ക്യാച്ച് എ ഗ്രീസ്ഡ് പിഗ്. ഒരു ഗ്രീസ്ഡ് പിഗ് മീൻസ് ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത പോലെ ഗ്രീസ് ചെയ്ത, ഓക്കെ, ബോഡിയിലൊക്കെ എന്തോ ഓയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗ്രീസ്ഡ് പിഗ്, ഒരു പന്നിക്കുട്ടീനൊക്കെ പോലെയുള്ളൊരു പിഗിൻ്റെ ബാക്കിൽ ഓടി. ദാറ്റ് വാസ് ഫാസ്റ്റർ ആൻഡ് നിംബ്ലർ ദാൻ എ കാറ്റ്. അതൊരു ഫാസ്റ്റർ ആയിരുന്നു. ആൻഡ് നിംബ്ലർ ദാൻ എ കാറ്റ്, ഒരു കാറ്റിനേക്കാളും ലൈറ്റായിരുന്നു. നിംബ്ലർ മീൻസ് ലൈറ്റോ, ഓക്കെ, ലൈറ്റോ ദാൻ എ കാറ്റ്. ഇറ്റ്സ് സ്ക്വീൽ വാസ് ദ റെൻറ്റിങ് ഓഫ് മെറ്റൽ. സ്ക്വീൽ മീൻസ് അതിൻ്റെ ക്രൈങ് നോയ്സ്, അത് കരയുന്ന ഒരു സൗണ്ടിനാണ് സ്ക്വീൽ എന്ന് പറയുന്നത്. വാസ് ദ റെൻറ്റിങ് ഓഫ് മെറ്റൽ. അപ്പം മെറ്റലൊക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിനാണ് റെൻറ്റിങ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റൽ ഷേപ്പ് ചെയ്യുന്നതിനാണ്. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സൗണ്ട് പോലെയാണ് അതിൻ്റെ സ്ക്വീൽ, അതിൻ്റെ ക്രൈങ് നോയ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. പിഗ്സ് മസ്റ്റ് ഹാവ് ഹോട്ട് ബ്ലഡ്. ദേ ഫീൽ ലൈക്ക് ഓവൻസ്. ദെയർ ബൈറ്റ് ഇസ് വേഴ്സ് ദാൻ എ ഹോഴ്സ്. ദേ ചോപ്പ് എ ഹാഫ് മൂൺ ക്ലീൻ ഔട്ട്. ദേ ഈറ്റ് സിൻഡേഴ്സ് ഡെഡ് കാറ്റ്സ്. ഓക്കെ, അപ്പം പിഗ്സ് മസ്റ്റ് ഹാവ് ഹോട്ട് ബ്ലഡ്. പിഗ്സിന് ഹോട്ട് ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. ദേ ഫീൽ ലൈക്ക് ഓവൺ. അവരൊരു ഓവണായിട്ട് ഫീൽ ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പിഗ്സിലെ ഉള്ളിലൂടെ ഓടുന്ന ഹോട്ട് ബ്ലഡ് അതിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദേ ഫീൽ ലൈക്ക് ഓവൺ എന്ന് പറയുന്നത് മേ ബി അവരുടെ ഫ്യൂച്ചർ ഓവണിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനായിരിക്കാം. അങ്ങനൊരു ഫ്യൂച്ചറും നമുക്ക് ആ ഒരു വേർഡ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ദർ ബൈറ്റ് ഇസ് വേഴ്സ് ദാൻ എ ഹോഴ്സ്. ഒരു കുതിര കടിക്കുന്നതിനേക്കാൾ, കുതിരൻ്റെ ബൈറ്റിനേക്കാൾ വേഴ്സാണ് പിഗിൻ്റെ ബൈറ്റ്. ദേ ചോപ്പ് എ ഹാഫ് മൂൺ ക്ലീൻ ഔട്ട്. അവർ വേണമെങ്കിൽ ഒരു ഹാഫ് മൂണ് ക്ലീൻ ആയിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്യും, ജസ്റ്റ് കട്ട് ചെയ്യുന്നു. ആ ഒരു പിഗിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കാണിച്ചു തരാനാണ് പറയുന്നത്. ദേ ഈറ്റ് സിൻഡേഴ്സ് ഡെഡ് കാറ്റ്സ്. സിൻഡേഴ്സ് മീൻസ് വേസ്റ്റിനാണ് സിൻഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർ വേസ്റ്റും ഡെഡ് കാറ്റ്സിനൊക്കെയാണ് പിഗ്സ് കഴിക്കാറുള്ളത്. ഓക്കെ, നൗ ദ ലാസ്റ്റ് സ്റ്റാൻസ. Distinctions and admirations such as this one was long finished with. I stared at it a long time. They were going to scald it and score it like a doorstep. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഡിസ്റ്റിങ്ഷൻസ് ആൻഡ് അഡ്മിറേഷൻസ് സച്ച് ആസ് ദിസ് വൺ വാസ് ലോങ് ഫിനിഷ്ഡ് വിത്ത്. ഓക്കെ, അപ്പം ഒരുപാട് ഡിസ്റ്റിങ്ഷൻസ് അഡ്മിറേഷൻസ് ഒക്കെ വെച്ചിട്ട് ഓഥർ ഇങ്ങനെ നോക്കുകയാണ് അതിനെ. Okay, I stared at it a long time. They were going to scald it. അപ്പം ഓഥർ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നിൽക്കുകയാണ്. they were going to scald it. അവരതിനെ സ്കാൽഡ് ചെയ്യാൻ പോവാണ്. സ്കാൽഡ് മീൻസ് ചുടാൻ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീണ്ടും ഓഥർ പറയുകയാണ് ആ ഒരു എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട്. സ്കാൽഡ് ഇറ്റ് ആൻഡ് സ്കോർ ഇറ്റ് ലൈക്ക് എ ഡോർ സ്റ്റെപ്പ്. സ്കോർ ചെയ്യാന്ന് മീൻസ് അതിനെ ബ്രൈറ്റ് ആക്കുക എന്നൊക്കെ. ഒരു പിഗ് ഇങ്ങനെ കുക്ക് ചെയ്ത് വന്നാൽ ഒരു ഷൈനിങ്, ഒരു ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനെ കുക്ക് ചെയ്തിട്ട് ബ്രൈറ്റൻ ആക്കി എടുത്തിട്ട് ഒരു ഡോർ സ്റ്റെപ്പ് പോലെ ബ്രൈറ്റൻ ചെയ്തൊക്കെ എടുക്കുന്നത് പോലെ, ഡോറിൻ്റെ സ്റ്റെപ്പൊക്കെ തിളങ്ങുന്നത് പോലെ, അങ്ങനെയാണ് പിഗിനെ കുക്ക് ചെയ്താൽ ഉണ്ടാവുക. ഒരു ഷൈനിങ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിനെ ചുട്ടിട്ട് കുക്ക് ചെയ്തിട്ട് സ്കാൽഡ് ചെയ്ത് സ്കോർ ചെയ്തിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ട് ദേ ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ലൈക്ക് എ ഡോർ സ്റ്റെപ്പ് എന്ന് പറയുകയാണ്. ഒരു ഡോർ സ്റ്റെപ്പിനെ പോലെ ബ്രൈറ്റൻ ചെയ്ത് സ്കാൽഡ് ചെയ്ത്. ഓക്കെ, ഇറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു കുക്ക് ഇറ്റ്. ഓക്കെ, സോ ഹിയർ എൻഡ്സ് ദ പോം. അപ്പോൾ ഇതാണ് വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്ന പോയത്തിൻ്റെ മീനിങ് വരുന്നത്. സോ ദിസ് പോയം ഇസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ പോയറ്റ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അപ്പോൺ സീയിങ് എ ഡെഡ് പിഗ്. ഒരു ഡെഡ് പിഗിനെ കണ്ടപ്പോഴുള്ള പോയറ്റിൻ്റെ ഫീലിങ്സ് ഒക്കെയാണ്. ഓക്കെ, ആൻഡ് ദ പിഗ് ഇൻ ദിസ് പോയം മാർക്സ് ദ ഹെൽപ്ലെസ് സ്റ്റേറ്റ് ഓഫ് ദ എൻറ്റയർ നാച്ചുറൽ വേൾഡ്. ഓക്കെ, ഹെൽപ്ലെസ് നാച്ചുറൽ വേൾഡാണ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ പിഗിലൂടെ ഓഥർ കാണിച്ചു തരുന്നത്. The natural world is tortured under the selfish human hands. And the pig also stands for the deterioration of the harmonious coexistence of man and nature.
അപ്പോൾ മാനും നേച്ചറും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസിലുള്ള ഒരു വീഴ്ച കൂടിയാണ് ആ ഒരു പിഗിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ പിഗിനെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊരു ലൈഫ് ഇല്ലാത്ത പോലെയാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റിഫൈഡ് ആസ് എ വോയിസ്ലെസ് ലൈഫ്ലെസ് തിങ്. And through this poem, Hughes evokes a certain kind of sympathy directed towards the animal and not a sense of wonder, admiration or reverence. അപ്പം പിഗിനെ പറ്റിയൊരു വണ്ടർ അല്ല, ഒരു സിമ്പതിയാണ് ഓഥർ ഇതിലൂടെ തരുന്നത്. The poem is having a sad and sorrow tune. ഓക്കെ, ഒരു സങ്കടപരമായ ട്യൂണാണ് പോയത്തിന് മൊത്തത്തിൽ വരുന്നത്. So these are the things to remember in this poem, View of a Pig, written by Ted Hughes. So I hope this explanation was useful for you. So if this video was useful, please do consider subscribing to this channel. So that's all. Thank you.